മനസ്സിലാവുണ്ട? വിവാഹം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വിവാഹം കഴിക്കലല്ല, 2-3 വിവാഹം കഴിക്കലല്ല ഈമാനിന്റെ പൂർണ്ണത എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? വിവാഹം കഴിക്കുന്നവർക്ക് നിബന്ധന ഉണ്ട്. വിവാഹം കഴിക്കണമെങ്കിൽ, മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ അതിന് നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകളെ തെറ്റിച്ചിട്ട് തന്റെ ഇച്ഛ മാത്രം പൂർത്തിയാക്കാൻ വേണ്ടി വിവാഹം കഴിക്കുന്ന, തന്റെ നഫ്സിന്റെ ഇച്ഛകൾ മാത്രം പൂർത്തിയാക്കുക. ഭാര്യയോടുള്ള കടപ്പാട് എന്താണെന്നറിയില്ല. ആദ്യം തന്നെ തന്റെ കൂടെ നിന്ന് പ്രിയതമയോടുള്ള കടപ്പാട് അറിയില്ല. അവളെ വിഷമിപ്പിച്ചുകൊണ്ട് ആ ഒരു കാര്യം പരിഗണിക്കാതെ കണ്ടിട്ട് വിവാഹം കഴിച്ചു കൂട്ടുന്ന കഴുതകൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഖുറാനൊക്കെ എടുത്ത് നോക്കിയിട്ട് ഖുറാന്റെ ഭാഷ അങ്ങനത്തെ ആളുകളെ കഴുതകളാ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വലിയ ഈമാന, ഞാൻ വന്നാളാണ്, ഞാൻ ഇന്ന മറ്റേ ഇയാളാണ്. അള്ളാന്റെ അടുത്ത് സ്ഥാനില്ലടോ. മനസ്സിലാവുണ്ടോ? അതായത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, നിനക്ക് അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ കൊണ്ടുപോകാൻ പറ്റുമോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വിധത്തിലുള്ള ഒരു സാഹചര്യമാണോ വിവാഹം കഴിച്ച് അത് അനുവദനീയമാണ്. അതാണ് ഇസ്ലാം പറഞ്ഞത്. അല്ല നിങ്ങൾ എല്ലാവരും കൂടെ നാലെട്ടിക്കോളി എന്നല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഒന്നുണ്ടെങ്കിൽ നല്ലപോലെ കൊണ്ടെടുക്കാൻ പറ്റുന്നെങ്കിൽ അത് മതിയോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാൻ. മനസ്സിലാവുന്ന 4-3-4 ഒക്കെ കെട്ടിയിട്ട് നല്ല രീതിയിൽ തന്റെ ഭാര്യമാരോട് പെരുമാറുകയും അവരെ നല്ല രീതിയിൽ അവർക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തോട് സന്തോഷമുള്ള വിധത്തിൽ, അവരുടെ കുട്ടികൾക്കും സന്തോഷമുള്ള വിധത്തിൽ സുന്ദരമായ സ്വർഗീയമായ ജീവിതം ജീവിക്കുന്ന, മുത്തനബി പറഞ്ഞതുപോലെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്, മഹാന്മാരുണ്ട്, എത്ര സാധാരണക്കാരുണ്ട് എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നഫ്സിന്റെ ഇച്ഛകൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ട്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതിന്റെ ആശയം ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടാവുകയും എന്നിട്ട് അവരിൽ ഒരാളിലേക്ക് അവൻ ചായുകയും ചെയ്താൽ അവൻ ഒരു ഭാഗം ചെരിഞ്ഞായിരിക്കും അന്ത്യനാളിൽ വരിക. ഇങ്ങനെ അല്ല, ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ വരുവൻ അന്ത്യനാളിൽ എല്ലാവർക്കും മനസ്സിലാവും. ഇതാണ് ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടാവുകയും, ഇത് 2 ഭാര്യമാരെ കല്യാണം കഴിച്ചോളി എന്നല്ല പറഞ്ഞത്. ഇനി അഥവാ ഉണ്ടാവുകയും ഹലാലായ രീതിയിൽ ഉണ്ടാവുകയും എന്നിട്ട് അവൻ അതിൽ ഒരാളിലേക്ക് കൂടുതൽ ചാഞ്ഞു, സ്നേഹം ഒരാളോട് മാത്രം ചെയ്യലൊക്കെ ഒരു ആദ്യത്തെ ആളോട് പിന്നില്ല, അല്ലെങ്കിൽ 2ാമത് കല്യാണം കഴിച്ച ആളോട് പിന്നില്ല, 1ാമത്തേനോട് തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ 1ാമത്തിനോടില്ല 2ാമത്തിനോട്, ഇങ്ങനെ നല്ല നിലയിൽ പെരുമാറണില്ല. അങ്ങനെ അവരിൽ ഒരാളിലേക്ക് ഇവൻ ചായുകയും ചെയ്താൽ നാളെ മഹ്ശറയിൽ അവൻ ഇതേപോലെ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞിട്ടായിരിക്കും അവൻ മഹ്ശറയിൽ വരിക. മനസ്സിലായോ? വളരെ സൂക്ഷിച്ചോളി, വളരെ സൂക്ഷിച്ചോളി. ഇന്ന് ഇതൊക്കെ അധികരിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും ഇസ്ലാമും തെക്കുവയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ ഉള്ളിൽ നല്ല ഭയഭക്തി, നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. ഓരോന്നിനെ സംബന്ധിച്ച് ചോദിക്കും. നിന്നെ അള്ളാഹ് ഇവിടെയൊക്കെ അയച്ചിട്ടുള്ള അവനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലിനി എന്തുകൊണ്ട് മുഴുകണില്ല? അതിലിനി മുഴുകി തെക്കുവേള ഒരാളായിട്ട് ജീവിക്ക്. നിക്കാഹ് സുന്നത്തായത് കാരണത്താല് അത് നമ്മൾക്ക് കുറെ ഗുണങ്ങൾ ദീനിലും ഈമാനിലും അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിലൊക്കെ ഗുണം ചെയ്യുന്നത് കാരണത്താലും അതിൽ കൂടി കൂടുതൽ അള്ളാഹിനെ സംബന്ധിച്ചിട്ട് അള്ളാഹിനുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്ടായത് കാരണത്താലും നീ വിവാഹം കഴിക്കണം, ദാമ്പത്യ ജീവിതം കൊണ്ടുനടക്കണം. എന്നിട്ട് ആ ഭാര്യയുമായിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടും, തന്റെ മക്കളോട് സ്നേഹത്തിലും സന്തോഷത്തിലും അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടും, നല്ല സുന്ദരമായിട്ടുള്ള മുത്തുനബിയും ഭാര്യമാരും പോലെ നീയും നിന്റെ ഭാര്യയും കുട്ടികളും മുത്തുനബിയും ആയിഷത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയും ജീവിച്ചതുപോലെ നീ നിന്റെ ഭാര്യയും കുട്ടികളും തമ്മിൽ സുന്ദരമായി ജീവിച്ച് മുത്തുനബിയുടെ ഒരു ഷിആർ അടയാളം കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹ്ക്ക് എന്തോ ഒരു ഇഷ്ടം. നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ റഹ്മത്ത് ഇറങ്ങാൻ തുടങ്ങും, മലക്കുകൾ ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ നീ അള്ളാഹു തആലാന്റെ മഅരിഫത്തിലായിക്കൊണ്ട് ജീവിച്ച് കാണിച്ച് മരിച്ചു പോയിക്കോളി, എന്നാ ഗുണം ഉണ്ടാവും. അതിന് ഈ റമദാൻ മാസം എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. واعف عنا يا كريم واغفر لنا يا رحيم انت مولانا فانصرنا على القوم الكافرين اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وامهاتنا ومشايخنا واساتذتنا واهل سلسلتنا من الديون والمظالم والنار اللهم മശായിഖന്മാരുടെ ഉസ്താദ്മാരുടെ പദവികൾ നൽകുന്ന ഉയർത്തണം റബ്ബേ. അവരിലും ഞങ്ങളുടെ മാതാപിതാക്കന്മാരിലും ഭാര്യ സന്താനങ്ങളിലും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളിലും മോമിനുകളിലും മോമിനാത്തുകളിലും ജീവിച്ചിരിക്കുന്നവരുടെ ആയുസ്സിലും ആരോഗ്യത്തിലും ബർക്കത്ത് ചെയ്യുകയും ഡിസക്കിലും ബർക്കത്ത് ചെയ്യുകയും ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകി അവരെയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. വിജായ് സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.